മാധ്യമങ്ങളിൽ ഇന്ന് കാലത്തോട്ട് കണ്ടിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ കൺസേൺ യൂണിറ്റ് ചീഫിനോട് സംസാരിച്ചിരുന്നു. അതിരാവിലെ തന്നെ നേരിട്ട് വാർഡിൽ പോയി രോഗിനെ കണ്ടു, എക്സ്റേ പരിശോധിച്ചു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എക്സ്റേ എല്ലാം കണ്ടിരുന്നു. അപ്പോൾ തന്നെ ഓൾറെഡി എൻക്വയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് സൂപ്രണ്ടിനും പ്രിൻസിപ്പളിനും വിളിച്ചു പറഞ്ഞ് എത്രയും വേഗം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു അന്വേഷണം നടത്താനായിട്ട് ആവശ്യപ്പെടുന്നതാണ്. കാരണം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. കാരണം മീഡിയയിൽ പല കാര്യങ്ങളും തെറ്റായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എത്രയും വേഗം ഇന്ന് തന്നെ ഏത് അന്വേഷണ ഏജൻസി ആയാലും കുഴപ്പമില്ല നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നേരിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നേരിട്ട് വിളിച്ചിരുന്നു, സത്യാവസ്ഥ നേരിട്ട് അന്വേഷിച്ചു. അപ്പം ഞാൻ മാഡത്തിനോട് തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു എത്രയും വേഗം അന്വേഷണം നടത്തണമെന്ന്. പോലീസിൻ്റേതായ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ എക്സ്റേ കണ്ടതിൽ ഞാൻ പറഞ്ഞു ഇത് വളരെ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു ഒടിവാണ്. അതിൽ മീഡിയയിൽ പറഞ്ഞിരുന്ന പോലെ കാലിലിടേണ്ട കമ്പി കയ്യിലിട്ടോ അങ്ങനെ ഒന്നുമല്ല, സത്യം അതല്ല. എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം സയൻറ്റിഫിക്കലി ചെയ്തിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. കാരണം പിന്നെ ഒരു കമ്പിയുടെ കാര്യം പുറത്തിട്ടെന്ന് പറഞ്ഞു, അതതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണ്. കയ്യിലൊരു എല്ലൊടിഞ്ഞു, അത് പ്ലേറ്റ് ചെയ്തു, തൊട്ട് താഴെയുള്ള ജോയിൻ്റ് ഇളകിയിട്ടുണ്ട്. അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു കേവർ എന്നൊരു ചെറിയൊരു കമ്പി സൈഡിൽ നിന്ന് തൊലിക്ക് പുറത്തുനിന്ന് ഉള്ളിലോട്ട് ഇട്ടേക്കണം. അത് അറ്റം വളച്ച് വെച്ചേക്കണം. അത് ആ ഒരറ്റം തൊലിക്ക് പുറത്തായിരിക്കും. അത് 3-4 ആഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റേണ്ടതാണ്. അതായിരിക്കും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എക്സ്റേ കണ്ടിരുന്നു. കൂടാതെ ഇത് വളരെ സാധാരണയായിട്ട് ഒടിവായതുകൊണ്ട് ഇതേപോലെ ഈ ആഴ്ചകളിലും അടുത്ത ആഴ്ചകളിലൊക്കെ ചെയ്ത ഇതേപോലത്തെ ഒടിവുകളുടെ എക്സ്റേ മാധ്യമ സുഹൃത്തുക്കൾ വന്നപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. അതിലും എന്താ ചെയ്തേക്കണത് അവർക്ക് എല്ലാവരും നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. അതിലും ഈ പറഞ്ഞ കേവർ പുറത്ത് തന്നെയാണ് ഇട്ടേക്കണം. അപ്പോൾ അവർ ആർക്ക് വേണത് വെരിഫൈ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റേയും ആശുപത്രിയുടെ ആവശ്യം ഇത് ശക്തമായിട്ട് അന്വേഷിക്കണം. എത്രയും വേഗം ഏത് ഏജൻസിയാലും ഇന്ന് തന്നെ തുടങ്ങണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. മീഡിയകൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന തരത്തിൽ ജനങ്ങളെ പെട്ടെന്ന് ഒരു ഭയവിഹ്വലരാക്കുന്ന രൂപത്തിലേക്കുള്ള മാധ്യമ പ്രവർത്തനം ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് പറയാൻ, പ്രത്യേകിച്ചും ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് ആവുമ്പോൾ. വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ ഒരു സംഭവം നടന്ന് മീഡിയ അവരുടെ ധർമ്മം ചെയ്തു. പക്ഷേ സത്യം അറിഞ്ഞാൽ അത് തിരിച്ചാണെങ്കിലും അത് പബ്ലിഷ് ചെയ്യണം. എന്നാലേ ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളും ആദികളൊക്കെ മാറുള്ളൂ. അപ്പോൾ ഒരു വശം മാത്രം കേട്ടാൽ പോരാ, 2 വശം കേൾക്കണം. സത്യം നേരിട്ട് അന്വേഷിച്ചിട്ട് വെരിഫൈ ചെയ്തിട്ട് തന്നെ ഇടണം. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.